അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ മകൻ അത് ശോകമുഖമായി ഇരിക്കുന്നു. പൊന്നു മോനെ, മോനെ, ഇന്ന് നിശ്ചയത്തിന് ദിവസമല്ലേ? എന്താ എൻ്റെ പൊന്നു മോനെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നാൽ അങ്ങനെ കാര്യങ്ങൾ ശരിയാവുമോ? വേഗം ആക്റ്റീവ് ആവും മോനെ. അല്ലെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വന്തം ബാപ്പാരൊക്കെ വേണം, എന്നെങ്കിൽ തന്നെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. എൻ്റെ കുട്ടിക്ക് അതില്ലല്ലോ. സാരല്ല, എന്നാലും ഓലെ വീട്ടുകാർ സ്നേഹമുള്ളവരാണ്. കാരണം അതെ, സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും ആങ്ങളെയൊക്കെ നല്ല മനുഷ്യൻ തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ല ആളുകൾ. എൻ്റെ പൊന്നു മോന് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതെ, എല്ലാം നല്ല റാഹത്തോടു കൂടി കഴിയും. ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ. പിന്നെ മോനെ, ഞാൻ മോനോടൊരു കാര്യം കൂടി പറയാം. അത് ശരിയാണ്, ഇവിടെ കൊച്ചുകുടിലേക്ക് ഒരു പക്ഷെ സീനത്തിന് വരാൻ ബുദ്ധിമുട്ടായിരിക്കാം. അവളിവിടെ കഴിഞ്ഞതൊക്കെ തന്നെയാണ്, ശരി തന്നെയാണ്. നമ്മൾ രക്ഷിച്ച് അവൾ നല്ല രീതിയിൽ പറഞ്ഞയച്ച് പ്രസവവും കാര്യങ്ങളെല്ലാം ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് മോനെ മനസ്സ് മാറാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മോനെ ആ ഫ്ലാറ്റിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കിട്ടോ. ഒരു വില്ല എന്തായാലും അവളോടൊന്ന് നിക്കാഹ് കഴിഞ്ഞോട്ടല്ലേ. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം, നിനക്ക് ഞങ്ങളുടെ ആ കൊച്ചുകുടലിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായും നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാം, ഒരു വില്ല എടുക്കാമെന്ന് എൻ്റെ മോന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞോണ്ട് മോന് വിഷമിക്കണ്ട കേട്ടോ. അതെ, ഉമ്മാക്കും ഒത്തിരി സന്തോഷം തന്നെയാണ് ആ കാര്യത്തിൽ. പൊന്നു മോനെ, എൻ്റെ മോനെ, ഇനിയിപ്പോൾ എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതല്ലേ, അതൊക്കെ ഇൻഷാ അല്ലാ പെട്ടെന്ന് മോനെ. ഇനിയിപ്പോൾ അധികം ടൈം ഉണ്ടാവില്ല, അധികം നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കിട്ടോ. എല്ലാം ഉമ്മയുടെ ഇഷ്ടത്തിന് അങ്ങനെ പറയുന്നു. ഉമ്മ, എന്താ മോനെ? ഉമ്മ, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട. മോനെ ഷമീർ, നീ എന്തീ പറയുന്നത്? അതെ ഉമ്മ, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. എടാ, അങ്ങനെ എന്താ നിനക്ക് പറ്റിയത്? അല്ലെങ്കിലും പോലീസിലായതിനു ശേഷം നിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്കും സംശയമുണ്ട്. കാരണം ഞാൻ വിചാരിക്കുമായിരുന്നു പഠിച്ചോൻ എൻ്റെ കുട്ടി പോലീസ് ഉദ്യോഗസ്ഥനാണ്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ കുട്ടിയുടെ സ്വഭാവം മാറരുതേ അല്ല. ഇപ്പോൾ നീ ഉദ്യോഗസ്ഥനായപ്പോൾ നിന്റെ സ്വഭാവം മാറുന്നുണ്ടോ? ഷമീറെ, നീ എന്തേ ചലിക്കുന്നത് എന്നോട്? ഉമ്മ, ഒന്നുമല്ല, തൽക്കാലം ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പിന്മാറാണ്. ഷമീർ, നിന്റെ പെറ്റ് തള്ളയാണ്. എൻ്റെ മനസ്സ് നീ വേദനിപ്പിക്കരുത്. ഇതുവരെ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പൊന്നുമോൻ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനന്നൊന്നെന്ന് ഞാൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചോത് സ്വീകരിക്കും കേട്ടോ. നിന്നെ വിഷമിപ്പിക്കല്ലേ ഉമ്മ. അതെ, ഷമീർ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് എത്തി. വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഇതിൽ നിന്ന് പിന്മാറാനാണോ ഇപ്പോൾ നീ ആവശ്യപ്പെടുന്നത്? ഇതുവരേക്കും ആറ്റുനോറ്റ് ഉണ്ടാക്കിയ ഈ ഒരു സംഭവം ഇത് പെട്ടെന്ന് ഒരു നിമിഷം വേണ്ടെന്ന് വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണെന്ന് വിചാരിക്കൂടാ? നമ്മൾ വിചാരിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിയുള്ള പെണ്ണ് വിചാരിക്കൂ എന്നെ പെട്ടെന്ന് എന്താടാ നിനക്ക് നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുടെയും പ്രേമം തുടങ്ങിയോ? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമീർ നിശ്ചലനായി നിന്നു. സത്യം പറ, എൻ്റെ മുഖത്ത് നോക്ക്, എൻ്റെ മുഖത്ത് നോക്കടാ. ഉമ്മ. അതെ, ഷമീർ നിശ്ചലനായി നിന്നുകൊണ്ട് മുഖത്തേക്ക് നോക്കി. എടാ, നിന്റെ വെള്ളാരം കണ്ണുകൊണ്ട് എന്നെ നോക്കി പേടിപ്പിക്കണ്ട. എന്നെ ഇങ്ങനെ അവൻ്റെ ഒരു നോട്ടം കണ്ടില്ലേ? എന്താന്നില്ലേ, മനസ്സിൽ ഒരുപാടങ്ങ് സ്നേഹിച്ച് ഒരു മോനല്ലെന്ന് കരുതി. ഇപ്പം കണ്ടില്ലേ, വാക്ക് മാറി. ഞാൻ നിന്നെ ഇതുവരേക്കും ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിരുന്നു. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നീ തട്ടി തകർത്തപ്പോൾ സമാധാനമായില്ലേ? പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. ഒരിക്കൽ പോലും നീ എന്നെ കാണണ്ട. ഞാൻ എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോണ്ട്. അത് പെട്ടെന്ന് ആ ഒരു വീട്ടുകാരെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചൂടെ? അവരെത്രമാത്രം പ്രതീക്ഷ നിൽക്കുകയായിരിക്കും. ഈ ഒരു കാര്യം പ്രതീക്ഷിച്ച് നിന്ന അവർക്ക് ഇപ്പോൾ തൽക്കാലം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, കല്യാണം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും പൊന്നുമോനെ കണ്ണീര് തട്ടൂലേ? പൊയ്ക്കോ എങ്ങോട്ടെങ്കിലും. എനിക്ക് നിന്റെ കൺമുമ്പിൽ തന്നെ എന്നെ കാണണ്ട. എന്നാൽ ഷമീർ ഉമ്മയോട് എന്ത് പറയണമെന്നറിയാതെ അവസ്ഥയിൽ ഉമ്മയെ തന്നെ നോക്കി. എൻ്റെ മുമ്പിൽ നിന്ന്. ഇന്നെ നിനക്ക് കാണുക പോലും വേണ്ട. പോയിക്കോ. അവൻ്റെ നോട്ടം കണ്ടില്ലേ? അവൻ വലിയ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയല്ലോ. അതുകൊണ്ട് വലിയ ബഹുമതിയും കാര്യങ്ങളൊക്കെ ആയില്ലേ? എന്തൊക്കെ തന്നെയാലും ഈ ചെറ്റക്കുടിൽ നിന്ന് തന്നെയല്ലേടാ നീ വളർന്നത്. എന്നോട് അതിനെക്കുറിച്ചൊന്നും നീ ഇനി മിണ്ടുകയേ വേണ്ട. പൊയ്ക്കോ എൻ്റെ കൺമുമ്പിൽ നിന്ന്. ഉമ്മ അതും പറഞ്ഞുകൊണ്ട് അതാ നേരെ അടുക്കളയിലേക്ക് പോയി. മനസ്സിൽ ഇതുവരെ ആഗ്രഹിച്ചതായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഒരു നിമിഷം ഇതൊക്കെ ഇങ്ങനെ ആയി
തീരുന്നേ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിലും മക്കളായാലും ഒരു ലിമിറ്റിനെ കാര്യങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ, ചെയ്യാനും പാടുള്ളൂ, സ്നേഹിക്കാനും പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പറയുന്നതിനൊക്കെ എതിരായിട്ട് അവന് ആ ഒരു വിവാഹം വേണ്ടെന്ന് വെക്കുകയാണത്രേ. നാണമില്ലല്ലോ അവനക്കിത് പറയാൻ. ഉമ്മ ശരിക്കും കരഞ്ഞു പോയി. ഉമ്മ, നിങ്ങൾക്കറിയണ്ട. എന്താടാ, പിന്നെ ഞാൻ ചിരിക്കണോ? ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ കാട്ടിക്കൂട്ടി ഞാൻ ചിരിക്കണമായിരിക്കുമല്ലേ? ഉമ്മ, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. എന്തവസ്ഥ? സത്യം പറഞ്ഞോ. നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. ഞാനവിടെ വരുന്നുണ്ട് സ്റ്റേഷനിലേക്ക് ഇന്ന്. ഉമ്മ, ഏയ് ഇല്ല. പിന്നെ എന്താടാ? പറഞ്ഞു വെച്ച കല്യാണത്തിൽ നിന്ന് പെട്ടെന്ന് നീ ഒഴിയണമെങ്കിൽ അതിന് നല്ല ഒരു കാരണം ഉണ്ടാവില്ല. ആരാ നിന്നെ കുടുക്കിയത്? നിന്നെ ആരെങ്കിലും വല വീശി പിടിച്ചോ? നീ ആരുടെയും കെണിയിൽ വീണു? എനിക്കൊരു സംശയമുണ്ട്. ആ, കുറച്ച് കാണാൻ കൊള്ളാവുന്ന പോലീസ് ഓഫീസർമാർ കണ്ടാൽ ആരായാലും ഒന്ന് വീണു പോവുമല്ലോ. ആരെങ്കിലും കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടാവേ. അല്ലാതെപ്പോൾ എന്താ? അല്ലാതെപ്പോൾ ഇങ്ങനെ ഓന് ഇതാവൊന്നുമില്ല. എനിക്കറിയാം എൻ്റെ കുട്ടീനെ. എനിക്കെതിരായിട്ട് ഒരു കാര്യത്തിൽ അവന് നിന്നിട്ടില്ല. ഉമ്മ കണ്ണീര് വാർക്കുകയാണ്. ഉമ്മ, എന്നെ തൊട്ട് പോയത് ഷമീറെ. ഉമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേട്ടേ തീരൂ. വേണ്ട, നിൻ്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട, കേൾക്കേ വേണ്ട. എൻ്റെ കൺമുമ്പൊന്ന് പോയിക്കയ്യേ. എന്തിനു വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ കൺമുമ്പിൽ വന്നിങ്ങ് നിൽക്കണയ്യേ? പോ പോ അങ്ങോട്ട്. അതെ, ഉമ്മ അവനെ തള്ളുന്നു. ഉമ്മ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഷമീറെ വേണ്ട. അവരെ വീട്ടുകാരെ വിളിച്ചിട്ട് എന്നോട് ഇനി പറയുമ്പോൾ ഞാൻ എന്താ ഉത്തരം പറയാം എനിക്കറിയുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ സീനത്തിന് എൻ്റെ മരുമകളല്ല, മോളുടെ സ്ഥാനത്ത് ഞാൻ അവളെ കണ്ടിരുന്നു. കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്യുക, എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞല്ല, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഒരു ഹാഫിദിൻ്റെ കുഞ്ഞിനെ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭാഗ്യം തന്നെയല്ലേ. വല്ലാത്തൊരു പുതുമന്നെ. ഉമ്മ ശരിക്കും സങ്കടപ്പെട്ടു. അതാ ഷമീർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ. അതായിരുന്നു അവർ പറഞ്ഞത്. അവൻ സങ്കടത്തോടെ വീട്ടിൽ നിന്നിറങ്ങി നേരെ ആസിഫ് സാറിനെ വിളിച്ചു. ഹലോ സാറേ, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളാണ്. എന്താടാ? ഒന്നുമില്ല, ഉമ്മാക്കത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഉമ്മ അത് കളവ് പറയുകയാണ്, എനിക്ക് വേറെ ഏതോ മന്തുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുക? നമുക്ക് ഷെഫി ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചാലോ? ഏയ് വേണ്ടടാ, എനിക്ക് ഒന്നും വേണ്ട. എങ്ങനെ അവർക്ക് ജീവിച്ചോട്ടെ, നമ്മളായിട്ടില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ അപ്പോൾ തന്നെ ആസിഫ് സാറ് അവളുടെ ഉപ്പാക്ക് വിളിക്കുന്നു, സീനത്തിൻ്റെ ഉപ്പാക്ക്. ഹലോ, ഇന്നായിരുന്നു നിശ്ചയിക്കാൻ പറഞ്ഞ ആ ദിവസം. എന്താ മോനെ ചെയ്യാം? എൻ്റെ മോള് പിടിവാശിയിൽ തന്നെയാണ്. അവൾക്ക് കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ടെന്നുള്ള നിലക്കാണ്. അവൾക്ക് എന്തൊക്കെയോ ഒരു അസൂയൊക്കെ തലയിൽ കയറിയിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല, നല്ല റാഹത്തായിക്ക് വന്നിരുന്നു. അവൾക്കിപ്പോൾ മറ്റേ ബത്തൂലുമായുള്ള വിവാഹം ഷെഫി ഉസ്താദ് അവരൊരുമിച്ച് സുഖസുന്ദരമായി ജീവിക്കുന്നത് അവൾക്ക് തീരെ പറ്റണില്ല. അസൂയ മൂത്തിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാണ്. അവൾ പോകുന്നു പറഞ്ഞു നിൽക്കുക. എങ്ങനെ പോകുന്നത്? ഇനിയിപ്പോൾ ഷെഫി ഉസ്താദ് അവൾ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരാൾ കെട്ടി ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. എന്താ ഇങ്ങനെ ചെയ്യുക? എന്തപ്പോൾ ചെയ്യുക? ഷമീർ ആകെ വിഷമത്തിലാണ്. കാരണം പെട്ടെന്ന് ഒരു വാക്ക് മാറിയപ്പോഴേ നല്ല വിഷമമുണ്ട് ഷമീറിന്. അതിൻ്റെ ഉമ്മാക്കാണെങ്കിൽ അതിലേറെ ടെൻഷനായിട്ട് അവനെ ചീത്ത പറയാണെന്ന് പറഞ്ഞത്. ഉമ്മ അവനെ ചീത്ത പറഞ്ഞ് നിനക്ക് വേറെ ഏതേ ബന്ധമുണ്ടാവും, അല്ലാതെ ഒരിക്കൽ പോലും അവരങ്ങനെ പറയില്ല. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? എങ്ങനെ അവരെ മുഖത്ത് നോക്കുക? അതൊക്കെയാണത്ര. പാവം, ആ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ എൻ്റെ മോള് സീനത്തിനെ ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ തന്നെ വെറുത്തു പോയൊരു കുട്ടിയാണിത്. എനിക്കൊരു മോനും ഒരു മോളാണുള്ളത്. പക്ഷേ ഓല് കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ക്ഷമിച്ച് പിന്നെയും അവിടെ കയറ്റും. പക്ഷേ വീണ്ടും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് ക്ഷമിച്ചു കൊടുക്കുക. വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? എനിക്കൊന്നും പറയാൻ അറിയുന്നില്ല. സത്യമായിട്ടും ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല. ഞാൻ എൻ്റെ മോളോട് ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ അതാ വീണ്ടും ഉപ്പ അതാ അവളുടെ അടുത്തേക്ക്. മോളെ സീനത്തെ. എന്താ മോള് മനസ്സറിഞ്ഞ് ഇന്ന് നിശ്ചയത്തിൻ്റെ ദിവസമായിരുന്നു നിക്കാഹിനുള്ള. ആ ഷമീർ പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന. എന്തിനു കാത്തിക്കണത്? എന്തിനാണാവോ കാത്തിക്കണത്? എനിക്കിപ്പോൾ അതൊന്നല്ല. ഷെഫി ഉസ്താദ് അത്ര സുഖസുന്ദരമായി ജീവിക്കേണ്ട എന്നെ ഉപേക്ഷിച്ചിട്ട്.
മോളെ നീയല്ലേ അവനെ ഉപേക്ഷിച്ച് പോയത്, പിന്നെ നീ അത് പറഞ്ഞതിൽ എന്തർത്ഥമാണ് മോളെ ഉള്ളത് നിനക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക് പെണ്ണെ. ബാപ്പ നിങ്ങളോട് കൂടുതലൊന്നും മിണ്ടണ്ട, എൻ്റെ ജീവിതം ഞാൻ തീരുമാനിച്ചോളാം, എനിക്ക് പഠിക്കാൻ പോകണം ഇനിയും. അതെ, ഷെഫി ഉസ്താദിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടേക്കും പഠിക്കാൻ പോകും. കുട്ടിനെ നോക്കാൻ നിന്നെ കൊണ്ടാവില്ല, ആണ് കൊണ്ടേക്കോട്ടല്ലോ കുട്ടിനെ. മോളെ നീ പ്രസവിച്ച കുഞ്ഞല്ലേ, ഞാൻ പ്രസവിച്ച കുഞ്ഞൊക്കെ തന്നെയാണ്, പക്ഷേ അത് നോക്കല് ബാപ്പയുടെ കൂടി ഉത്തരവാദിത്തം. ആണ് കൊണ്ടേട്ടെടുത്തോളി കുഞ്ഞിനെ, എന്നെ കൊണ്ട് കഴിയൂല അതിനെങ്ങനെ നോക്കലൊരിക്കലൊക്കെ. മോളെ നീ അഹങ്കരിക്കല്ലേ മോളെ. അഹങ്കരിക്കല്ല, ഞാനൊന്ന് പോയി അരച്ചിട്ട് അപ്പോത്തിന് വേറെ പെണ്ണ് കെട്ടലും ഗർഭിണിയായാലും എന്താന്ന്. അതന്നെയാണ് ഉസ്താദുമാരോട് എനിക്കുള്ള ദേഷ്യം. എത്ര പെട്ടെന്നാണ് മോളെ നീ ചെയ്തതോ ചെറ്റത്തരം വിളിച്ചു പറയരുത്. നീ ചെയ്ത ചെറ്റത്തരത്തിന് ആരെങ്കിലും ക്ഷമ നൽകുമോ? എന്നിട്ടും ആ ഷെഫി ഉസ്താദ് ആയതുകൊണ്ട് നിനക്ക് മറ്റൊരു വിവാഹം സെറ്റാക്കി തരികയാണ്. വേറെയുള്ളവർ തിരിഞ്ഞു നോക്കാം, അടിച്ചു കൊല്ലൂല നിന്നെ. അത്രക്കും വലിയ വ്യഭിചാരിയല്ലേടി നീയെ, അത്രക്കും വലിയ തെറ്റൽ നീ ചെയ്തത്. നിനക്ക് ഭർത്താവ് ഉണ്ടായിട്ട് മറ്റൊരു ഹിന്ദു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അയാളുടെ കൂടെ അവൻ്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് അവന് എല്ലാം ഉപയോഗിച്ച് ചണ്ടും ചിരക്കും ആയപ്പോൾ നിന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ നിനക്ക് വേറെ മറ്റുള്ളവരെ വേണമല്ലേ? പരിശുദ്ധനായ നിന്റെ ഷെഫി ഉസ്താദ്, അതെ അവനെ കിട്ടിയതൊരു ഭാഗ്യമായിരുന്നു നിനക്ക്. നീ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അതെ, നീ നിന്റെ ജീവിതം വലിച്ചു കീറി ഇല്ലാതാക്കി കളഞ്ഞു. ഓർത്തോ, നിനക്ക് ഇനിയും നീ നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അർത്ഥം. നിനക്ക് വീണ്ടും ഇനിയും ഹറാമായ ജീവിതമാണല്ലേ നീ ലക്ഷ്യമാക്കുന്നത്. ആര് പറഞ്ഞു? ബാപ്പ എന്നോട് ചിലക്കാൻ വരണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ എന്താന്നില്ലേ? മരുമകൻ എപ്പോഴും തലയിൽ വെച്ച് നടക്കുകയാണ്, ഷെഫി ഉസ്താദ് ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട്. മരുമകന് ചെയ്ത പണിയോ എന്താടി ഓൻ ചെയ്തത്? നിന്നെ അത്രമാത്രം ഓൻ നോക്കിയില്ലേ? ഒടുവിൽ നീ എല്ലാം നഷ്ടപ്പെടുത്തി പോയി എന്ന് പറഞ്ഞതിൻ്റെ ശേഷമല്ല അവനക്ക് വേണ്ടൊരു ജീവിതം ഞങ്ങളൊക്കെ അതിന് സപ്പോർട്ട് തന്നെയാണ്. പെട്ടെന്ന് ആങ്ങൾ അങ്ങോട്ട് വന്നു. എന്തോ ഇപ്പോൾ പ്രശ്നം? പൊന്നു മോനെ, ഇവളെ ഷെഫി ഉസ്താദിനെ തന്നെ വീണ്ടും പഴിച്ചാരാണ്. അവൾ അവളുടെ ഭാഗം. എന്താ എൻ്റെ സീനത്ത് നീ ഇങ്ങനെ? ഞാൻ നിന്നോട് പറഞ്ഞതല്ല അന്നേ, ഒരിക്കൽ പോലും ജീവിതം ഒന്നേ ഉള്ളത്, വെറുതെ നമ്മൾ കളഞ്ഞു കുടിക്കരുത്, നമ്മൾ നല്ല വട്ടത്തിൽ ജീവിക്കണം എന്നുള്ളത് പണ്ടേ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് നല്ലൊരു ജീവിതം വീണ്ടും. എനിക്കൊരു അഭിമാനം കൂടിയാണ് നമ്മുടെ ഷമീർ പോലീസ് SI എൻ്റെ അളിയനാണെന്ന് പറയുമ്പോൾ. ഓ, നിങ്ങൾക്ക് നിങ്ങളെ അഭിമാനമാണ് വലുത്. എനിക്ക് ചിലതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അതൊരു ഡിമാൻഡുണ്ട്. ഞാൻ ഷമീറിൻ്റെ കൂടെ ജീവിച്ചോളാം, കുഴപ്പമില്ല. പക്ഷേ ബത്തൂലും ഷെഫി ഉസ്താദും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അവരെനിക്കിഷ്ടമല്ല. അവർ രണ്ടുപേരും സുഖസന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് സഹിക്കൂല. അതെ, ഷെഫി ഉസ്താദ് ഒന്ന് നരകിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ നരകിച്ച് കഴിയുമ്പോൾ മൂപ്പരെപ്പോഴേക്കും നല്ല സുഖസുന്ദരമായി ജീവിച്ചു. സീനത്തെ, നീയല്ലേ മോളെ നല്ല ജീവിതം നഷ്ടപ്പെടുത്തി നീ പോയത്, എന്നിട്ട് നീയാണോ ന്യായം വെക്കുന്നത്? എൻ്റെ കൈ തരിക്കുന്നുണ്ട്. വേണ്ട വേണ്ട മോനെ, ഓൾ അടിക്കണ്ട, അടിച്ചിട്ട് കാര്യമില്ല, ഓള് നന്നാവില്ല. അതെ, ആ പിതാവ് വിതുമ്പൊന്നുണ്ടായിരുന്നു. ഓ, ബാപ്പാക്ക് ഇപ്പം ഇങ്ങോട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി കിട്ടണം. മോളെ ഒരിക്കലും നീ പോകണമെന്നല്ല, നീ നന്നാവണമെന്നേ ഉള്ളൂ, നന്നായി തീരണമെന്ന്. അതേ ഉള്ളൂ. നീ ഒരു ജീവിതം നശിപ്പിച്ചു, രണ്ടാമത്തെ ജീവിതം നീയായിട്ടത് ഇല്ലായ്മ ചെയ്യണോ? അവരുടെ കൂടെ നല്ലൊരു സോലിഹായ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിനക്ക് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു സന്തോഷമുള്ള കാര്യവുമായിരിക്കും. എന്തിനാണ് നീ നിൻ്റെ ജീവിതം കുളം തോണ്ടുന്നത്? അവളൊന്നും മിണ്ടിയില്ല അതിന്. ഷമീറിൻ്റെ കൂടെ ഞാൻ ജീവിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കൽ പോലും ഷെഫി ഉസ്താദും ബത്തൂൽ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്താന്നോ അവർ തമ്മിലുള്ള സ്നേഹം കാട്ടിക്കൂട്ടില്ല. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബത്തൂൽ എന്നെ കാണാൻ വന്നത്? കുഞ്ഞിനെ കാണാൻ, ഓളെ ഭർത്താവിൻ്റെ കുഞ്ഞെന്നുള്ള നിലക്ക് വന്നതായിരിക്കില്ലേ? അവർ സുഖസുന്ദരമായി അറബ് നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക. എന്താ അവരുടെയൊക്കെ ഒരു സുഖം. ഞാനിവിടെ നരകിക്കുക. മോളെ, നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, വെറുതെ നീ പറഞ്ഞു തന്നെ പറയാണ്. കാരണം നീ നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി, എന്നിട്ടിപ്പോൾ ന്യായീകരിക്കാൻ വരികയാണ്. ഒരിക്കൽ പോലും നിന്നോട് സംസാരിക്കുന്നില്ല. ഷമീറുമായുള്ള വിവാഹത്തിന് നീ തയ്യാറാണോ അല്ലയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറമായിട്ട് ഒന്നും പറയണ്ട, അടിച്ച് ഞാൻ പൊളിക്കും നിൻ്റെ മുഖം, കരുതിക്കോ. അതെ, ബാപ്പ ശരിക്കും വയലൻ്റായി. വേണ്ടപ്പാ, അവൾ ബുദ്ധിയില്ലായ്മ കൊണ്ട് പറയാണ്. എന്ത് ബുദ്ധിക്കുറവ് മോനെ? ഒരു ബുദ്ധിക്കുറവുമില്ല. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു. എന്താ അവിടെ ഒച്ചപ്പാട്? നിങ്ങൾ ബാപ്പയും മക്കളും കൂടിയും? ഒന്നുമില്ല, ഷമീറുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ കുറിച്ച് ഓൻ പറയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി ഓളെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട, ഓളോ എന്താച്ചാ കാട്ടിക്കോട്ടെ.
ഓള് പഠിക്കാൻ പോവുക, അതിന് പോവുക, ഇതിന് പോവുക, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. ഹോ പഠിച്ചോനെ, ചിലറ്റങ്ങൾക്ക് ഇങ്ങനത്തെ മക്കളെ കൊണ്ടൊരു ഇടങ്ങാറുണ്ടാവും. അതിൽ പെട്ടാണ് നൂഹ് നബിക്കൊരു മോനുണ്ടായിരുന്നു. എത്രേ കപ്പലിൽ കയറാൻ പറഞ്ഞിട്ട് ഓൻ കയറിയില്ല. അതേപോലെ തന്നെ നല്ല വഴിക്ക് പോകുമെന്ന് പറയുമ്പോൾ ഓള് ബലങ്ങനുള്ള വഴിക്കേ പോവുള്ളൂ. ഓൾക്കല്ലേ ഒന്ന് സമ്മതിച്ചൂടെ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടുകയല്ലേ, അതും നല്ല ദീനിയായ ചെക്കനെ. ഞാൻ എൻ്റെ കുടുംബങ്ങളോടൊക്കെ പറഞ്ഞും ചെയ്തു. വല്ലാത്തൊരു പുതുമായിപ്പോയി, ആകെപ്പാടെ നാണക്കേടിലായി. എന്നാൽ പെട്ടെന്ന് തന്നെ സീനത്ത് പറഞ്ഞു, അതേ, എന്നെ കുറിച്ച് ആരും നാണക്കേടിലാകണ്ട, സമീറുമായുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. ശരിക്കും അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷേ ബത്തൂലും ഷെഫി ഉസ്താദ് ഒരുമിച്ച് ജീവിക്കണം എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് തകർക്കണം. ശരിക്കും അവരും ഒന്നുകൂടെ ഞെട്ടി. എന്താ റബ്ബേ ഈ പെണ്ണി പറയുന്നത്? മോളെ, നമ്മൾ മറ്റൊരാളുടെ നന്മ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹു നന്മ നൽകുള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും നമുക്ക് നന്മ നൽകില്ല, അതുറപ്പാണ്. നമ്മളെ കാര്യം മാത്രം നല്ലത് ആലോചിച്ചാൽ പോരെ. എനിക്ക് നല്ലത് വേണ്ട, ഓനക്കും നല്ലത് വേണ്ട, പോരെ. എനിക്ക് ഷെഫി ഉസ്താദ് എൻ്റെ ആദ്യത്തെ ഭർത്താവാണ്. ഓൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല മട്ടത്തിൽ ഞാൻ ജീവിച്ചോളാം. പക്ഷെ ബത്തൂലിന് ഒഴിവാക്കും വേണം. ബത്തൂലിന് ഒരിക്കൽ പോലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുക, പിന്നെ ഈ ഓൻ്റെ ജീവിതത്തിൽ കയറുന്നത് എന്താ കുട്ടിക്കളിയോ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഒരു നിയമം വന്നത്. ചില പെണ്ണുങ്ങളുടെ ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ അവരെ തൊലാക്ക് ചെയ്ത് ഒഴിവാക്കുക, ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഒന്നാകുക. അതെ, ഇസ്ലാമിൽ നടക്കൂല മോളെ. അതെ, ഒന്ന് നമ്മൾ തൊലാക്ക് ചെയ്ത് 3 തൊലാക്കോൺ ചൊല്ലിക്കഴിഞ്ഞാലേ പിന്നെ മറ്റൊരാൾ കെട്ടിയതിൻ്റെ ശേഷം മാത്രമേ അത് നിക്കാഹ് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ശീലാവൂലേ? പല മതങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ഡൈവോഴ്സ് ചെയ്യലും വീണ്ടും ഒന്നാകലും. പക്ഷെ ഇവിടെ നടക്കൂല. ആളുകളെ വിവാഹത്തെ ഒരു കുട്ടിക്കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടേ. ഉമ്മയും നല്ല രീതിയിൽ അവളോട് ചൂടായി പറഞ്ഞു. ഉമ്മ മിണ്ടണ്ട കൂടുതൽ എന്നോട്. ഞാൻ പറഞ്ഞല്ലോ ഷെമീറുമായുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറാണെന്ന്. എന്നാൽ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അല്പം ഭയം തോന്നി. പഠിച്ചോനെ, എന്താ റബ്ബേ, എന്തിനുള്ള പുറപ്പാടാന്നാവും അറിയുന്നില്ല എനിക്ക്. പഠിച്ചോനെ, എന്തായി തീരും എന്നൊന്നും എനിക്ക് അറിയുന്നില്ല റബ്ബേ, എന്താ ഏതാ എന്നൊന്നും. അവർക്ക് സത്യം പറഞ്ഞ മനസ്സിൽ ഭയമാണ് വന്നത്. എന്നാൽ നേരെ ആസിഫ് സാറ് വീണ്ടും വിളിക്കുന്നു. ഹലോ, ആ ഇക്ക, കാര്യങ്ങൾ എന്തായെന്ന് വെച്ചാൽ നമുക്കിതങ്ങോട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, എന്തെങ്കിലും അവളുടെ ഒരു മാറ്റം. ആസിഫ്, അതെ, ഓള് പറയുന്നുണ്ട് ഷമീറിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. എന്നാൽ ആസിഫ് സാറിന് വല്ലാത്ത സന്തോഷമായി. പക്ഷേ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു. കാരണം അവൾ ഒന്നിനും മടിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തും അവൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭീതി അവരുടെ എല്ലാം മനസ്സിൽ. മോളെ, നീ സത്യമായിട്ടാണ് ഉപ്പ, ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിതാക്കണ്ട, ഞാൻ ഷമീറിൻ്റെ കൂടെ തന്നെ ജീവിച്ചോളാം. അല്ല അപ്പം എന്താ, ഏതായാലും ഷെഫിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അതിൻ്റെ കൂടെ ജീവിക്കാൻ മറ്റൊരുത്തി ഉണ്ടല്ലോ. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. എന്ത് അഡ്ജസ്റ്റ്? നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ സാധുവിനെ നീ ചതിക്കരുത്. അതെ, പക്ഷേ ഓർത്തോ, അവൻ ദീനീപരമായ നല്ല കുട്ടിയാണ്. പോരാത്തിന് നല്ല കൈത്തരിപ്പും ഉണ്ടാവും. തെറ്റുകൾ ചെയ്താൽ നിൻ്റെ മുഖം നോക്കി പൊട്ടിക്കലായിരിക്കും അവന്. ഇത് നോക്കിക്കോ. വേണ്ടാത്തതിനെങ്ങാനും അവൻ നിന്നിട്ടുണ്ടെങ്കിലേ, നീ വേണ്ടാത്ത പ്രവർത്തിക്ക് നിന്നിട്ടുണ്ടെങ്കിലേ അവൻ പോലീസാണ്. തെറ്റ് കണ്ടാൽ അപ്പം പ്രതികരിക്കുന്ന മാത്രമല്ല, നല്ല ശിക്ഷയും ലഭിക്കും. അടിച്ച് പൊട്ടിക്കലായിരിക്കും നിന്നെ, കരുതിക്കോ. എന്താ എനിക്ക് കൈയില്ലായുണ്ടോ ഇങ്ങോട്ട് അടിച്ചാൽ? എന്നാലും നീ നല്ല രീതിയിൽ നിൽക്കൂല എന്നാണോ? അല്ല അപ്പം എന്ത് ചെയ്യണേ? എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കും. ആരും അതിൽ തരടാനും ഇതിനും വരാൻ പാടില്ല. അങ്ങനെ നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് ഇപ്പം എന്തായി? രാജേഷ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി എന്നെ അങ്ങോട്ട് നശിപ്പിച്ചു. എന്നിട്ട് ആ ഷമീർ ആയതുകൊണ്ട് നിന്നെ ഏറ്റെടുക്കുകയാണ്, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട്. അങ്ങനെ അതാ ഷമീറുമായുള്ള വിവാഹത്തിന് സീനത്ത് സമ്മതിക്കുകയാണ്. പക്ഷേ ഷമീറും ഉമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയം അതാ ഡി ജി പിയുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. ഉമ്മയും പറഞ്ഞു, നല്ല പോലീസുകാരല്ലേ എല്ലാവരും, നമ്മളെ മോൾക്കും നല്ല ഒന്ന് വേണമല്ലോ. അതെന്താണെന്ന് വെച്ചാലേ, നമ്മളെ മോളഞ്ഞിപ്പോൾ ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആയുഷമോളുടെ കാര്യത്തിൽ നമുക്ക് സമാധാനമായി. ഇൻഷാ അല്ലാ, എനിക്ക് ഒരു താല്പര്യമുണ്ട്. എങ്ങനെയൊക്കെ നോക്കട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ അത്
അവൾ കേട്ടു. പഠിച്ചോനെ, ഉപ്പാക്ക് താല്പര്യമോ വിവാഹത്തെക്കുറിച്ചോ? റബ്ബേ, വേറെ വല്ലതും എൻ്റെ തലയിലിടുമോ? പഠിച്ചോനെ, എനിക്കാണെങ്കിൽ ഷമീറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ ഉമ്മ ചോദിച്ചു, അല്ല പുതിയ പോലീസ് എസ്ഐനെ കുറിച്ച്? അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മോനാണ് എല്ലാം കൊണ്ടും. പക്ഷേ വീടും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ വീടും കൃഷിയിടും കാര്യങ്ങളൊക്കെ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവന് ഡ്യൂട്ടിക്ക് വരാറുള്ളത്. അങ്ങനെ ഒരു പോലീസാണത്. കാരണം വെറും സർക്കാർ ശമ്പളത്തിന് മാത്രം ജീവിക്കുന്ന ആളല്ല. അവൻ നല്ലോണം അധ്വാനിക്കുന്ന കുട്ടി കൂടിയാണ്. പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും യോജിക്കൊന്നുമില്ല ഒരിക്കലും. അത് അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവൻ്റെ വീടും കാര്യങ്ങളും അതുപോലെ സ്ഥലം, ശരിക്കും വാഹനം വരെ വീട്ടിലേക്ക് പോകില്ല. അതൊക്കെ കുറച്ച് പാട വരുമ്പത്തൂടെ നടക്കണം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പോകണം കാണാൻ എന്തായാലും. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് അതിഥികൾ വരാൻ നിങ്ങൾ വരണം എന്നൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഒന്ന് പോയി നോക്കണം എന്തൊക്കെ തന്നെയാലും. എന്നാൽ അപ്പോൾ നമ്മുടെ ആയിഷ സ്വപ്നം കാണുന്നത് അതാ നമ്മുടെ ഷമീർ എസ്ഐയായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം. എന്നാൽ ഷമീറിനെ കുറിച്ച് മാത്രമായിരുന്നു അവളുടെ ചിന്ത. അതെ, അവൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, പണം, സ്ഥാനം, സൗകര്യം. പക്ഷെ അവളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരും അറിയാത്തൊരു രഹസ്യം, ഒരു പ്രണയം. ആ പ്രണയം അത് ആരോടാണെന്നോ? മറ്റാരോടുമല്ല, നമ്മുടെ ഷമീർ എസ്ഐയോട്. ആദ്യമായ ആയിഷ ഷമീറിനെ കണ്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു. എന്നാലും ഇതാരായിരിക്കും? പക്ഷേ സാധാരണ ഒരു യൂണിഫോം, പക്ഷെ അതിലൊരു പ്രത്യേക ഭംഗി, നടപ്പിൽ ഒരു ആത്മവിശ്വാസം, മുഖത്തൊരു ശാന്തത. ആ ഒരു നിമിഷം ആയിഷയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ പോലെ. അതെ, ആ ദിവസം മുതൽ അവളുടെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമാണ്. അവൾ പലതവണ ശ്രമിച്ചു, ഇത് തെറ്റാണ്, നടക്കില്ല, പാടില്ല, ഇത് തികച്ചും തെറ്റാണ്. പക്ഷേ അവളുടെ ഹൃദയം അത് കേട്ടില്ല. രാത്രികളിൽ അവൾ ജനൽ തുറന്ന് ആകാശത്തേക്ക് നോക്കും. ഷമീർ, നിങ്ങൾക്കൊരിക്കലെങ്കിലും എന്നെ കാണാൻ തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങളെ നിങ്ങൾക്കറിയുമോ? അവളുടെ കണ്ണുകളിൽ വെള്ളം നിറയും. ഇല്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. ഞാനും അള്ളാഹുവും മാത്രമേ ഈ രഹസ്യം അറിയുകയുള്ളൂ. അതെ, അവൾക്കറിയാം. ഞാനൊരു DGPയുടെ മകൾ. അവനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളൊരു പോലീസ് ഓഫീസർ. അതാണ് ഉപ്പ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും പിതാവ് ഞങ്ങളെ വിവാഹിതരാക്കുവാനും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പാവപ്പെട്ട കുടുംബമൊക്കെ ആയതുകൊണ്ട് തന്നെ. ഷമീറിൻ്റെ വീട് ഒരു ചെറിയ കുടിലാണ്, ചുറ്റും വയലുകളാണ്, അതിൽ ആടുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ട ഉമ്മയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉപ്പ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. പക്ഷേ ആയിഷാക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവൾക്ക് വേണ്ടത് അത് അവൻ്റെ മനസ്സ് മാത്രമാണ്. അത് സ്നേഹിക്കുവാൻ അറിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെയല്ലേ ഏറ്റവും വലുത്. എന്നാൽ ഉപ്പ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് അവൾ ഞെട്ടി. അതെ, ഭാര്യയോടായിട്ടാണ് പറയുന്നത്. ഷമീറിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. അതെ, നിനക്കെന്താ ഷമീറിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയധികം ഒരു അല്ല ഒന്നുമില്ല, നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ മറ്റൊരു കാര്യം പറയാണ്ട് ഷമീറിൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് ആയിഷ കേൾക്കുകയാണ്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്ത് കളയുകയാണ്. എന്നാൽ അന്ന് രാത്രി ആയിഷ മുറിയിൽ ഇരുന്നു കൊണ്ട് അത് ഒറ്റക്ക് കരയുകയാണ്. കണ്ണുനീർ നിർത്താനേ കഴിയുന്നില്ല. അല്ലാ, ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ എൻ്റെ ഉപ്പയോട് ഇത് പറയാതിരുന്നത്? എന്തൊക്കെ തന്നെയാലും ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ലഭിക്കുമായിരുന്നു. അവൾ തന്നെ തൻ്റെ ഹൃദയത്തോട് ചോദിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷമീർ എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല, പേടിച്ചിട്ട് പറഞ്ഞതുമില്ല. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അതെ, ശരിക്കും പഠിച്ചവനെ വൈകിപ്പോയി. എന്നാൽ അവൾക്ക് അവൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും മനസ്സ് വല്ലാതെ തകർന്നു പോയി. അതെ, മനസ്സിൽ ആഗ്രഹിച്ച, മനസ്സിൽ കൊതിച്ച ആ ഒരു വ്യക്തി, അത് അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. റബ്ബേ, ഇനി ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലും ശരിയല്ലല്ലോ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അവൾ കണ്ണീരോടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ അവൾ ഷമീറുമായുള്ള വിവാഹത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു ആസിഫ് സാറിനോട്. അത് പിതാവ് വിളിച്ചു പറയുകയും ചെയ്തു. അത് ഷമീറിനോട് വിളിക്കുവാൻ വേണ്ടിയിട്ട് അതാ ആസിഫ് ഫോൺ എടുത്തു. എന്തായിരിക്കും ഷമീറിൻ്റെ മറുപടി?
അത് കേൾക്കുമ്പോൾ ഷമീർ സന്തോഷിക്കുമോ? ഉമ്മയോട് സന്തോഷം പങ്കുവെക്കാൻ ഷമീറിന് കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.